everyone, welcome back to our channel. എല്ലാവർക്കും സുഖാണോ? ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഹെൽത്തി പ്രോട്ടീൻ റിച്ച് റോളാണ്. വെയിറ്റ് ലോസ് ടൈമിൽ നമുക്കിത് ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കീമ റോളാണ്. നോൺ വെജിറ്റേറിയനും ടേസ്റ്റി ആയിട്ട് സോയ വെച്ചിട്ട് എങ്ങനെ ഒരു കീമ റോള് ചെയ്തെടുക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കീമ മസാല റെഡിയാക്കണം. അപ്പോൾ ഇത് സോയ ഗ്രാന്യൂൾസ് ആണ്. നമ്മൾ സാധാ സോയ ചങ്ക്സ് വെച്ചിട്ടായാലും ചെയ്യാം. കണ്ടോ, ഇത് ഗ്രാന്യൂൾസ് ആണ്. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല ചൂടാണ്. അപ്പോൾ ഇത് ചൂട് ആറിയിട്ട് ഇതൊന്നും ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം. ഇന്നത്തെ വെള്ളം ഫുൾ കളഞ്ഞ് പിഴിഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. അപ്പോൾ ഇത് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് പിഴിഞ്ഞ് മാറ്റാം. അപ്പോൾ ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിഴിഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ വലിയ സോയ ചങ്ക്സ് എടുക്കുകയാണെങ്കിൽ അത് ഇതുപോലെ തന്നെ ചൂടുവെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളം ഒട്ടും തന്നെ ഇല്ല. ഇനി നമുക്ക് കീമ മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഒഴിച്ച് കൊടുക്കണം. അതിനു മുമ്പ് നമുക്ക് തക്കാളി പേസ്റ്റ് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ തക്കാളി പേസ്റ്റ് അരച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കും. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ബട്ടർ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കണം. ബട്ടർ മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ജീരകം പൊട്ടി വരുമ്പോൾ നമുക്ക് സവാള ഇട്ടു. അപ്പോൾ ഇത് വലിയ 2 സവാള പൊടിയായി വരുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളി വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ലാസ്റ്റിൽ 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് വെക്കണം. ഇതിലേക്ക് വേറൊരു ഐറ്റം കൂടി ആഡ് ചെയ്യാനുണ്ട്, അത് ഞാൻ മറന്നുപോയി. ഇത് മീറ്റ് മസാല 1 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം ഇത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ മീറ്റ് മസാലയാണ്. അപ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട. ഗ്രേവി റെഡിയാക്കുമ്പോൾ സവാളയുടെ കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് ഗ്രേവിയിൽ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് ആഡ് ചെയ്യുക. കാരണം നമ്മൾ ഇതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രേവിക്ക് വേണ്ട ഉപ്പ് മാത്രം ആ സമയത്ത് ചേർത്താൽ മതി. അപ്പോൾ ഈ സോയയിൽ നല്ല എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ഉണ്ട്. വെജിറ്റേറിയൻസിന് പ്രോട്ടീൻ്റെ 2 നല്ല സോഴ്സാണ്. ഒന്ന് സോയയും അതുപോലെ പനീരും. പ്രോട്ടീൻ്റെ കൂടെ തന്നെ ഇതിൽ ആൻറ്റി ഓക്സിഡൻസും ഫൈബറൊക്കെ നിറയെ ഉണ്ട്. പിന്നെ കൊളസ്ട്രോൾ ഫ്രീയും ആണിത്. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സവാള കണ്ടു നോക്കാം. സവാളയുടെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടി കളറൊന്നും മാറിയ ശേഷമാണ് നമുക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ്, തക്കാളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സവാള ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും തക്കാളിയുടെയും ഒക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് പട്ടാണി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിത് പട്ടാണി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചപ്പട്ടാണി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി മാരിനേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കിയിട്ട് ചേർക്കാം. ചെറുതായി മാറി വരുമ്പോൾ നമുക്ക് പട്ടാണി ആഡ് ചെയ്ത് കൊടുക്കാം.
ഈ സമയത്ത് പട്ടാണിക്ക് പകരം ക്യാരറ്റോ ബീൻസോ ഏത് വേണമെങ്കിലും അത് ഇഷ്ടമുള്ള വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കീമ മാത്രമായാലും പ്രശ്നമൊന്നുമില്ല, ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരില്ല. ഇനി ഇതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ദഹനത്തിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 1 നുള്ള് കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത കീമ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചപ്പട്ടാണിയാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ഉണക്കപ്പട്ടാണി ആണെങ്കിൽ നിങ്ങൾ തലേദിവസം വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വേണം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വേവില്ല. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ഒരു 10 മിനിറ്റോളം ഇത് അടച്ചു വെച്ച് വേവിക്കണം. വെള്ളം വറ്റി വരികയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാനായിട്ട്. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മീറ്റ് മസാല ചേർക്കണത് ഈ സോയ കീമയ്ക്ക് മീറ്റിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ്. മീറ്റ് മസാലയും ഗരം മസാലയും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ശരിക്കും ഒരു മട്ടൻ്റെ ഒക്കെ ഗ്രേവിയുടെ ഒരു ടേസ്റ്റ് വരും ഇതിന്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ കുറച്ച് കസൂരി മേത്തിയും കുറച്ച് മല്ലിയിലയും അതുപോലെ ഒരു 1/4 കപ്പ് പാലും കൂടിയും ചേർത്ത് കൊടുക്കാം. പശുമ്പാലിന് പകരം തേങ്ങാപ്പാലായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഒരു പിടി മല്ലിയിലയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പശുമ്പാൽ ചേർക്കാം. നന്നായിട്ട് ഇളക്കി 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് നമ്മുടെ കീമ മസാല. ഭയങ്കര ഹെൽത്തിയുമാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് റോള് റെഡിയാക്കി എടുക്കാം. നമുക്ക് റോൾ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചപ്പാത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൾട്ടിഗ്രെയിൻ്റെ റൊട്ടിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് നമ്മുടെ കീമ മസാല ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിന്ന് 3 ടൈപ്പിൽ റോൾ എങ്ങനെ ഉണ്ടാക്കണേന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ സോയ കീമയുടെ ഹെൽത്തി റോളാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് സാലഡ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ കുറച്ച് ക്യാബേജും കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത സവാളയും അതുപോലെ കുറച്ച് കുക്കുംബറും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പിൽ ഞാൻ ഒരു റാപ്പ് കാണിച്ചു തരാം. ഇതുപോലെ ഒരു റൊട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരു സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് കീമ മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ സൈഡിൽ നമുക്ക് കുറച്ച് സാലഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാം. ഇവിടെ നമുക്ക് കുറച്ച് കെച്ചപ്പും അതുപോലെ 1 ടീസ്പൂൺ മയണൈസും കൂടി ചേർക്കാം. ഇതൊന്ന് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് ഈ സൈഡിൽ കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കാം. ഇത് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാം. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇത് ഇങ്ങോട്ടും ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് ഇങ്ങനെയും കഴിക്കാം, ഇല്ലെങ്കിൽ ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടും കഴിക്കാം. അപ്പോൾ കുട്ടികൾക്കായ കാരണം ഞാൻ ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റാകും. ഒരു തവ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫില്ല് ചെയ്ത റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി വേറൊരു ടൈപ്പും കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതുപോലെ ചെയ്താൽ മതി. ഒരു
1/4 ടീസ്പൂൺ കശ്മീരി ചില്ലി, ഒരു ലേശം ഉപ്പും, ഇത് നമ്മൾ ഒരു റൊട്ടി എടുത്തിട്ട് നന്നായിട്ട് ഇതിൽ ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്കാണ് നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, സിമ്പിൾ അല്ലേ? അപ്പൊ 3 ടൈപ്പിൽ കീമ റോള് എങ്ങനെ ചെയ്തെടുക്കണമെന്ന് കണ്ടില്ലേ? അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ഈ റാപ്പ് ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് കഴിപ്പിക്കാം. ഭയങ്കര ഹെൽത്തിയാണ്. സോയ ചങ്ക്സ് ചില കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമല്ല, അപ്പൊ അവരെ ഇതുപോലെ ചെയ്ത് കൊടുത്ത് പറ്റിക്കാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു ഹെൽത്തി വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. ബൈ.